നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം 3 മത്സരങ്ങൾ അടങ്ങിയ T20 പരമ്പരയിലും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഒക്ടോബർ 6-ാം തീയതിയാണ് ഈ പരമ്പര ആരംഭിക്കുന്നത്. ഒക്ടോബർ 6, 9, 12 തീയതികളിൽ T20 പരമ്പരയിലെ മത്സരങ്ങൾ നടക്കും. T20 പരമ്പര അവസാനിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര ആരംഭിക്കും. ഈ സാഹചര്യത്തിൽ ടെസ്റ്റ് ടീമിലെ താരങ്ങൾക്ക് ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിൽ നിന്ന് ഇന്ത്യ വിശ്രമം നൽകുമെന്നാണ് സൂചനകൾ. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ഒന്നാം നിരയാകില്ല ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിൽ കളിക്കുക. ഈ മത്സരത്തിൽ ഇന്ത്യൻ ടീമിനെ അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ BCCI പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും ഈ ടൂർണമെന്റിലും ഇന്ത്യൻ സംഘത്തെ നയിക്കുക. മലയാളി താരം സഞ്ജു സാംസൺ പുതിയൊരു റോളിൽ ഈ ടീമിൽ ഇടം പിടിക്കും എന്നാണ് സൂചനകൾ. ഇന്ത്യ ബംഗ്ലാദേശ് T20 പരമ്പരയ്ക്ക് ഇനിയും 10 ദിവസങ്ങൾ കൂടി ബാക്കി നിൽക്കെ ഇന്ത്യയുടെ സാധ്യതാ സ്ക്വാഡ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഓപ്പണർമാർ ആരൊക്കെയായിരിക്കും എന്ന് ആദ്യം നോക്കാം. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുമെന്ന കാര്യം ഏകദേശം ഉറപ്പാണ്. ഈ പരമ്പരയിൽ ഇന്ത്യയുടെ പ്രധാന കീപ്പറും അദ്ദേഹമാകും. ഓപ്പണറായി താരം കളിക്കാനാണ് സാധ്യത. T20 ടീമിന്റെ ഉപനായകനായ ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യ ഈ ടീമിൽ ഉൾപ്പെടുത്തിയേക്കില്ല. പിന്നാലെ കിവീസിനെതിരെ നടക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപ് മികച്ച ഫിറ്റ്നസോടെ താരത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയാണിത്. അഭിഷേക് ശർമ്മ, ഋതുരാജ് ഗൈക്വാദ് എന്നിവരായിരിക്കും ശേഷിക്കുന്ന ഓപ്പണർമാർ. ഇതിൽ ഋതുരാജ് 2-ാം മത്സരം തൊട്ടായിരിക്കും ടീമിലേക്ക് വരിക. മിഡ്ഫീൽഡ് നോക്കിയാൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരിക്കും മധ്യനിരയിലെ പ്രധാനി. അദ്ദേഹത്തിനൊപ്പം വെടിക്കെട്ട് ബാറ്ററായ റിങ്കു സിംഗ്, സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ എന്നിവരും ഉണ്ടാകും. ശിവം ദൂബെ, റിയാൻ പരാഗ്, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരും മധ്യനിരയിൽ സ്ഥാനമുറപ്പുള്ള കളിക്കാരാണ്. ബോളർമാർ നോക്കിയാലും മികച്ച നിരയാണുള്ളത്. ജസ്പ്രീത് ബുംറയെ പോലെയുള്ള സീനിയർ താരങ്ങൾ ഈ പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ ഇടംകയ്യൻ പേസറായ അർഷ്ദീപ് സിംഗ് ആയിരിക്കും പേസ് നിരയെ നയിക്കുക. ഹർഷിത് റാണ, ആവേശ് ഖാൻ, ഖലീൽ അഹമ്മദ് എന്നിവർ അർഷ്ദീപിനൊപ്പം പേസ് നിരയിൽ ഇടം പിടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി കുൽദീപ് യാദവും രവി ബിഷ്ണോയും ടീമിൽ ഇടം നേടിയേക്കും. ടെസ്റ്റ് മത്സരത്തിൽ 2 മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ മാച്ചിൽ 280 റൺസിന്റെ കൂറ്റൻ വിജയമാണ് ഇന്ത്യ കൈവരിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 1 വരെ നടക്കുന്ന 2-ാം ടെസ്റ്റ് കാൻപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിലാണ് നടക്കുക. ബംഗ്ലാദേശ് ഇതുവരെ ഒരു ടെസ്റ്റ് മത്സരത്തിലും ഇന്ത്യയെ തോൽപ്പിച്ചിട്ടില്ല. ഇത്തവണയും അങ്ങനെ തന്നെ ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാൻപൂരിലെ പിച്ചിന്റെ സ്വഭാവം പരിഗണിച്ച് 2-ാം ടെസ്റ്റിനുള്ള ടീം കോമ്പിനേഷനുകളിൽ ഇന്ത്യ മാറ്റം വരുത്തിയേക്കും. 3 സ്പിന്നർമാരെ കാൻപൂരിൽ കളിപ്പിക്കാനാണ് നീക്കം. ഇതോടെ നിലവിലുള്ള 11-ൽ നിന്ന് ഒരു പേസറെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ പ്രയോഗിച്ച തന്ത്രത്തിലേക്ക് മടങ്ങി 3 സ്പിന്നർമാരെ ഇറക്കി പരമ്പര തൂത്തുവാരുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ചെന്നൈ ടെസ്റ്റിലേക്ക് പ്രഖ്യാപിച്ച 16-അംഗ ടീമിനെ ഇന്ത്യ കാൺപൂർ ടെസ്റ്റിനും നിലനിർത്തുകയായിരുന്നു. പരമ്പരയിൽ ഇന്ത്യ 1-0 മുൻപിലാണ്. ബാറ്റിംഗിലും ബോളിംഗിലും ഒരുപോലെ തിളങ്ങിയ R. അശ്വിനാണ് ഇന്ത്യയുടെ വിജയത്തിലെ മുഖ്യ പങ്കാളി.